أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أفرأيتم الماء الذي تشربون أأنتم أنزلتموه من المزن أم نحن المنزلون لو نشاء جعلناه أجاجا فلولا تشكرون أفرأيتم النار التي تورون أأنتم أنشأتم شجرتها أم نحن المنشئون نحن جعلناها تذكرة ومتاعا للمقيم فسبح باسم ربك العظيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളും അവൻ്റെ വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലും ഓരോ സന്ദർഭങ്ങളിലും കൃത്യമായി പാലിച്ചുകൊണ്ട് പരമാവധി തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണമേ എന്ന് എന്നോടും എല്ലാവരോടും വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളായി ജീവിക്കാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായ ഒന്നാണ് വെള്ളം എന്ന് പറയുന്നത്. മനുഷ്യർക്ക് മാത്രമല്ല, ഇതര ജീവികൾക്കും അവരുടെ നിലനിൽപ്പിൻ്റെ ആധാരമാണ് വെള്ളം. ആ വെള്ളത്തെ ആകാശത്ത് നിന്ന് ഇറക്കി തന്നതിലും അതേപോലെ തന്നെ വളരെ അത്യന്താപേക്ഷിതമായ തീ എന്ന് പറയുന്ന നാർ അഥവാ തീ, ഇത് ഉൽപ്പാദിപ്പിച്ചതും ഇതിലൊന്നും മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു സൃഷ്ടിക്കോ യാതൊരു വിധത്തിലുള്ള പങ്കുമില്ല. അതെല്ലാം സൃഷ്ടിച്ചിട്ടുള്ളത്, ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. ഇതെല്ലാം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമായിക്കൊണ്ടാണ് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത്. സൂറത്ത് വാഖിയയിലെ ചില വചനങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. പരിശുദ്ധ ഖുർആൻ പരാമർശിക്കാത്ത ഒരു സംഗതിയുമില്ല. ഏതേത് ദൃഷ്ടാന്തങ്ങളുണ്ടോ, ആയാത്തുകളുണ്ടോ, അതൊക്കെയും വളരെ കൃത്യമായി, വളരെ ലളിതമായി മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അല്ലാഹു തആല അതൊക്കെ വിശദീകരിച്ച് തന്നിട്ടുള്ളത്. ഇവിടെ അല്ലാഹു ചോദിക്കുകയാണ്, അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ. ഇത്ര ലളിതമായിട്ടാണ് നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെ, അത് നിങ്ങൾ കാണുന്നില്ലേ? അതിൻ്റെ ഉറവ്, അതിൻ്റെ ആ സ്രോതസ്, വെള്ളം നമ്മൾക്ക് കിട്ടുന്നു, അതിൻ്റെ സോഴ്സുകൾ. ചില സ്ഥലങ്ങളിൽ കിണറുകൾ കുഴിച്ച് നമ്മൾ വെള്ളം എടുക്കുന്നു, ചിലയിടത്ത് കിണറുകളിൽ വെള്ളം കിട്ടുന്നില്ല, കുഴൽ കിണറിലാണ്. ചില സ്ഥലത്ത് പുഴയിൽ കുഴൽ കിണർ കുഴിച്ചാൽ പോലും വെള്ളം കിട്ടുന്നില്ല. ഇങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങൾ, വിചിത്രങ്ങളായ സംഭവങ്ങളൊക്കെ ഈ വിഷയത്തിലുണ്ട്. ഇവിടെ അല്ലാഹു തആല ചോദിക്കുന്നത്
അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, എടോ നിങ്ങൾ ഈ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ വെള്ളം അതിനെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ, അല്ല നിങ്ങളാണോ അതിനെ ആകാശത്ത് നിന്ന് കാർമേഘങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് ഇറക്കിയത്, അല്ല നമ്മളാണോ? അല്ലാഹ് നമ്മളോട് ചോദിക്കുക. നമ്മളെ കളി കണ്ടാൽ വെള്ളത്തിൻ്റെ ക്ഷാമുണ്ടെങ്കിലും ശരി ക്ഷാമില്ലെങ്കിലും നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നിടത്തും അത് നമ്മൾ കൈകാര്യം ചെയ്യുന്നിടത്തും ഒക്കെ ഉള്ള വിഷയങ്ങളുണ്ട്. അതിൻ്റെ പേരിൽ യുദ്ധം വരെ പ്രതീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. വെള്ളത്തിന് വേണ്ടി വരും നൂറ്റാണ്ടുകൾ വരും കാലങ്ങളിൽ യുദ്ധം വരെ ഉണ്ടാകുമോ എന്നുപോലും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇവിടെ അള്ളാഹ് ചോദിക്കുന്നത് ആകാശത്ത് നിന്ന് കാർമേഘങ്ങളിൽ നിന്ന്. ശാസ്ത്രം അതിന് പല വ്യാഖ്യാനങ്ങളും വിശദീകരണങ്ങളും, മഴ പെയ്യുന്നതിന്, വെള്ളം ലഭിക്കുന്നതിന്. അത് മാത്രമല്ല അഹങ്കാരം കൊണ്ട് ഒരു പരിധി വരെ കൃത്രിമമായി മഴ വർഷിപ്പിക്കാനൊക്കെ കോടികൾ ചെലവഴിച്ചുകൊണ്ടൊക്കെ മനുഷ്യൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ ഈ ചോദ്യം, ആകാശത്ത് നിന്ന് അല്ലെങ്കിൽ കാർമേഘങ്ങളിൽ നിന്ന് മഴ വെള്ളം നിങ്ങൾക്ക് ഇറക്കി തരുന്നത് അത് നിങ്ങളാണോ അതല്ല നമ്മളാണോ എന്ന് അള്ളാഹ് ചോദിക്കുക. എന്നിട്ട് അള്ളാഹ് പറയുന്നു, ലൗ നശാഉ ജഅൽനാഹു ഉജാജാ ഫലൗലാ തശ്കുറൂൻ. ഈ വെള്ളം ഇതിനെയൊക്കെ ഇനി അമ്മയ്ക്ക് ഏത് രൂപത്തിലും ആക്കാൻ കഴിയും. ഈ വെള്ളത്തെ ഇല്ലാതെയാക്കാൻ കഴിയും. ഇനി നൽകിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തെ, ശുദ്ധമായി നമ്മൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആ കലർപ്പില്ലാത്ത വെള്ളത്തെ അതിന് ഒരു ഉപ്പുവെള്ളമാക്കി അവതരിപ്പിക്കാനൊക്കെ ആർക്ക് കഴിയും? അള്ളാഹ്ക്കൊക്കെ കഴിയും. എന്നിട്ട് അള്ളാഹ് ചോദിക്കുന്നതേ, ഇങ്ങനെയൊക്കെ നിങ്ങൾ കൈകാര്യം ചെയ്യുന്ന, നിങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഷയം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ നന്ദി കാണിക്കുന്നില്ലടോ? ലൗലാ തഷ്കുറൂൻ ഫലൗലാ തഷ്കുറൂൻ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ നന്ദി കെട്ടവരായി പോകുന്നത്? അള്ളാഹ് ചോദിക്കുകയാണ്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ ചോദ്യം അള്ളാഹ് ചോദിക്കുന്നത്, അഫറഅയ്തുമുൻ നാറല്ലതീ തൂറൂൻ, എടോ നിങ്ങൾ കത്തിച്ചു കൊണ്ടിരിക്കുന്ന തീ, ആ തീയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? അൻതും നിങ്ങളാണോ അതിനെ സൃഷ്ടിച്ചിട്ടുള്ളത്? ശജറതഹ, അത് ഒരു മരത്തിൽ നിന്നാണ് അതിനെ ഉൽപ്പാദിപ്പിച്ചിട്ടുള്ളത് അല്ലാഹ്. അം നഹ്നുൽ മുൻശിഊൻ, അതല്ല നമ്മളാണോ? അള്ളാഹ് ചോദിക്കുന്ന ചോദ്യം. നിങ്ങൾ ഈ ഉരസി കത്തിക്കുന്ന, ഇപ്പോഴല്ലേ സാങ്കേതിക വിദ്യയൊക്കെ അങ്ങ് വളർന്ന് പന്തലിച്ചത്? മുമ്പ് തീപ്പട്ടിക്കൊള്ളി വരുന്നതിന് മുന്നേ ഉണ്ടായിരുന്നൊരവസ്ഥ എന്തായിരുന്നു? ആ അവസ്ഥകളൊക്കെ നമ്മൾ പഠിക്കണ്ടേ? ഖുർആൻ അതൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. അന്നത്തെ സാധ്യതകൾ, സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഖുർആനിൽ വളരെ കൃത്യമായി പരാമർശമുണ്ട്. രണ്ട് കമ്പുകൾ തമ്മിൽ കൂട്ടി ഉരസിയിട്ടായിരുന്നു കത്തിച്ചിരുന്നത്. ഓടകൾ ഉരസി ഇന്നും അപരിഷ്കൃതമായ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ പരസ്പരം ഓടകളൊക്കെ പരസ്പരം ഉരതിയിട്ട് തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകതരം അറബ് ലോകത്ത് പരിചയമുള്ള ചില അഫാർ എന്ന് പറയുന്ന മരം, അതൊക്കെ ഉപയോഗിച്ചുകൊണ്ടൊക്കെ എന്ത് ചെയ്തിരുന്നു? ഇങ്ങനെ കത്തിച്ചിരുന്നു എന്നൊക്കെ ഇസ്ലാമിക ചരിത്രം വളരെ കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇവിടെ അള്ളാഹു ചോദിക്കുന്നത്, നിങ്ങൾ ഈ കത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഉരസി കത്തിക്കുന്ന ഈ തീ, ഇതിൻ്റെ ദാതാവാരാ? നിങ്ങളാണോ നമ്മളാണോ? എന്നിട്ട് അള്ളാഹ് പറയാ, നഹ്നു ജഅൽനാഹാ തദ്കിറതൻ, ഇതൊക്കെ അള്ളാഹു ഇവിടെ നിശ്ചയിച്ചു വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഇതൊക്കെ വളരെ കൃത്യമായും നിങ്ങൾ ഇതിനെ മനസ്സിലാക്കാൻ വേണ്ടിയാണ്, തദ്കിറത്തിന് വേണ്ടിയിട്ടാണ്. മാത്രമല്ല വിജനപ്രദേശത്തു കൂടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, സഞ്ചാരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു വിഭവമായി തീ കത്തിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ വിജന പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യുന്നവർക്കൊക്കെ അത് ഏറെ ഉപകാരമാണ്. അവിടങ്ങളിലൊക്കെ ഈ പരസ്പരമുള്ള ഈ മരം, ഈ കമ്പുകൾ പരസ്പരം വരുതി കത്തിച്ചിട്ടൊക്കെ തീ കത്തിച്ചിട്ട് അത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നു? ശക്തമായ തണുപ്പിന്റെ സമയത്ത് അത് ചൂട് കിട്ടാൻ വേണ്ടിയിട്ടും മറ്റുള്ളതിനൊക്കെയാണ് ഈ തീ ഉപയോഗിക്കുന്നത്. ഈ തീ നമ്മൾക്കതൊരു പ്രശ്നമല്ല അല്ലേ?
നമ്മളതിങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഖുർആൻ വളരെ കൃത്യമായി ഇതൊക്കെ നിശ്ചയിച്ചു വച്ചിരിക്കുന്നത് നമ്മൾക്കൊരു ചിന്തയുണ്ടാകാനാണ്, ഒരു ചിന്തനീയമായ ഒരവസ്ഥയിലേക്ക് മനുഷ്യർ നീങ്ങാൻ വേണ്ടിയാണ്. എന്നിട്ട് അള്ള പറയാ, ഇതൊക്കെ അവതരിപ്പിച്ചിട്ട് അള്ള നമ്മളോട് പറഞ്ഞു, എടോ വെള്ളം നിങ്ങൾക്ക് നമ്മൾ നൽകി, തീ നമ്മൾ നിങ്ങൾക്ക് നൽകി, ഇതൊക്കെ നൽകിയത് ഒരു ദൃഷ്ടാന്തമായി നൽകിയതാ. അതുകൊണ്ട് ഫസബ്ബിഹ്, നീ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യേണ്ടത്, നീ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തുകയാണ്. ബിസ്മി റബ്ബിക്കൽ അലീം, മഹാനായ റബ്ബ് അലീമായ റബ്ബിന്റെ ആ റബ്ബിനെ പരിശുദ്ധിപ്പെടുത്താനാണ് നീ നിന്റെ സമയം ചെലവഴിക്കേണ്ടത് എന്ന് അള്ളാഹു തആല നമ്മളോട് പറയുന്നു. അപ്പോ ഇവിടെ നമ്മൾ അറിയേണ്ടത്, മനുഷ്യൻ അത്യാവശ്യമായിട്ട് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ അള്ളാഹു തആല ഇവിടെ നൽകിയിട്ടുള്ളത് എന്തിനു വേണ്ടിയാ? മനുഷ്യന് അത് ഉപയോഗിക്കാനും മനുഷ്യൻ അഹങ്കാരമില്ലാതെ നന്ദിയുള്ളവനായി ജീവിക്കാനുമാണ്. ഈ പ്രപഞ്ചത്തിന്റെ തുടക്കം നമ്മൾ അറിയണം. ഖുർആൻ കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു തരുന്നുണ്ട്. പ്രപഞ്ചത്തിന്റെ തുടക്കത്തില് ഇവിടെ തീ ഉണ്ടായിരുന്നില്ല. തീ മാത്രമല്ല, മനുഷ്യൻ തന്നെ ഉണ്ടായിരുന്നില്ല. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് മുമ്പേ അള്ളാഹു തആല ഭൂമിയെ സംവിധാനിച്ചു. മനുഷ്യർക്ക് ജീവിക്കാൻ സൗകര്യപ്പെടുന്ന തരത്തിലാണ് ഭൂമിയെ അള്ളാഹു തആല സംവിധാനിച്ചത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയെ പടക്കാൻ വേണ്ടി തീരുമാനിച്ച വിവരം പരിശുദ്ധ ഖുർആൻ സൂറത്തു ബഖറയിൽ അത് പരാമർശിക്കുന്നുണ്ട്. ഇന്നി ജായിലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ ഒരു ഖലീഫയെ നിശ്ചയിക്കാൻ പോകുന്നുണ്ട്. മലക്കുകളോടാ പറഞ്ഞത്. വഇദ് ഖാല റബ്ബുക ലിൽ മലായിക, മലക്കുകളോട് അല്ലാഹു തആല പറഞ്ഞ സന്ദർഭം ഇന്നി ജായിലുൻ ഫിൽ അർളി ഖലീഫ, ഭൂമിയിൽ ഒരു ഖലീഫയെ നാം നിശ്ചയിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സൃഷ്ടിക്കാൻ തുടങ്ങുകയാണ്. ആദമിനെ പടക്കുന്നതിന് മുമ്പ് അല്ലാഹു തആലയുടെ കൽപ്പനയാണ്. ആ സമയത്ത് മലക്കൾ ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഭൂമിയിൽ ഇപ്പൊ പ്രശ്നമൊന്നുമില്ല, ഭൂമിയിൽ ഇവിടെ ഒരു കുഴപ്പമില്ല, എന്തിനാണ് ഈ രക്തം ചിന്തുന്ന ഒരു വിഭാഗത്തെ എന്തിനാണ് പടക്കുന്നത് എന്ന് മലക്കുകൾ അവിടെ വെച്ച് അല്ലാഹുവിനോട് ചോദിച്ച ഭാഗം അതും സൂറത്ത് ബഖറയിൽ വിശദീകരിക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഭൂമി അല്ലാഹു തആല മനുഷ്യർക്ക് വാസയോഗ്യമായ നിലയിൽ പടച്ചു. മനുഷ്യരെ പടക്കുന്നതിന് മുമ്പേ തന്നെ ഇവിടെ തീ ഉണ്ടായിരുന്നില്ല, അത് ഞാൻ സൂചിപ്പിച്ചു. മാത്രമല്ല ഓക്സിജൻ അനാവശ്യമാണ് എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാ പിന്നീട് ഓക്സിജൻ അല്ലാഹു തആല സംവിധാനം ചെയ്യുന്നത്. ഇതൊക്കെ അല്ലാഹു തആല സംവിധാനിച്ചു. അല്ലാഹു നൽകിയ ഏതേത് അനുഗ്രഹങ്ങളും ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നതാണ് ഏതൊരു മനുഷ്യന്റെയും ബാധ്യത എന്ന് പറയുന്നത്. ഇതിനൊന്നും നന്ദി കാണിക്കാതെ ഇതിനെയൊക്കെ അവഗണിക്കുന്ന സാഹചര്യത്തിൽ അല്ലാഹു തആല അതേ നാണയം കൊണ്ട് തിരിച്ചടിച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ അടിവരയിട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലാഹു നൽകിയ ഏത് അനുഗ്രഹം എടുത്ത് പരിശോധിച്ചോ, വെള്ളം ഏറ്റവും പ്രധാനമായ സൂചിപ്പിക്കപ്പെട്ട വെള്ളമല്ലേ? ആ വെള്ളത്തെ പരിധി വിട്ട് മനുഷ്യൻ കൈകാര്യം ചെയ്തപ്പോ വെള്ളം കൊണ്ട് അല്ലാഹു തിരിച്ചടിച്ചു. നമ്മൾ അറിഞ്ഞല്ലോ എത്ര തവണയാണ് വെള്ളം കൊണ്ട് അല്ലാഹു ലോകത്തെ പരീക്ഷിച്ചത്. തീ അല്ലാഹു തആല നൽകിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ്. ആ തീയാണ് ഇന്ന് ലോകത്ത് ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ആ തീയെ കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുകയാണ്. അതുമാത്രമല്ല, സമ്പത്ത് അല്ലാഹു നൽകിയ അനുഗ്രഹമാണ്. സമ്പത്ത് കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുന്നു. സന്താനങ്ങൾ അല്ലാഹു നൽകിയ അനുഗ്രഹമാണ്. സന്താനങ്ങളെ അല്ലാഹു തആല പരീക്ഷിക്കുന്നു സന്താനങ്ങൾ കൊണ്ട്. ആരോഗ്യം അല്ലാഹു നൽകിയതാണ്. ഓരോരുത്തർക്കും നൽകിയ ആരോഗ്യത്തെ കൊണ്ട് അല്ലാഹു തആല പരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഏതേത് പരീക്ഷണങ്ങളെ, ഏതേത് അനുഗ്രഹങ്ങളെ നാം എടുത്തു നോക്കിയാലും ആ അനുഗ്രഹങ്ങൾക്ക് കൃത്യമായി നന്ദി കാണിക്കാതെ അള്ളാഹുവിനെ പരിഗണിക്കാതെയാണ് ജീവിച്ചത് എങ്കിൽ അതേ സംഗതി കൊണ്ട് തന്നെ അല്ലാഹു തആല അതേ നാണയത്തിൽ കൊണ്ട് തന്നെ തിരിച്ചടിച്ചിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രം 1-ാമത്തെ തീയതി മുതൽ ഇങ്ങോട്ടെടുത്ത് പരിശോധിച്ച് നോക്കൂ. ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുള്ള വ്യക്തികളാകട്ടെ രാഷ്ട്രങ്ങളാകട്ടെ എല്ലാറ്റിനെയും അല്ലാഹു പരീക്ഷിച്ചിട്ടില്ലേ?
ഹൂദ് നബിയുടെ സമുദായം ഇല്ലേ, ആദ് സമുദായത്തെ നശിപ്പിച്ചിട്ടില്ലേ, പരീക്ഷിച്ചിട്ടില്ലേ? സ്വാലിഹ് നബിയുടെ സമൂദ് വിഭാഗത്തെ അല്ലാഹു തആല പരീക്ഷിച്ചിട്ടില്ലേ? ഫിറഔനിനെ പരീക്ഷിച്ചിട്ടില്ലേ? കാറൂനിനെ പരീക്ഷിച്ചിട്ടില്ലേ? ഹാമാനിനെ പരീക്ഷിച്ചിട്ടില്ലേ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിയുടെ സമുദായത്തെ പരീക്ഷിച്ചിട്ടില്ലേ? ഏത് പ്രവാചകന്മാരുടെയും സമൂഹത്തെ കൃത്യമായി പരീക്ഷിച്ചിട്ടുണ്ട് അല്ലാഹു തആല. വ്യക്തികളെ പരീക്ഷിച്ചിട്ടുണ്ട്. അന റബ്ബുക്കുമുൽ അഅ്ല, ലോകത്തിന്റെ നാഥൻ ഞാനാണ് എന്ന് പറഞ്ഞ ഫിറഔനിനെ അല്ലാഹു പരീക്ഷിച്ചില്ലേ? ഇല്ലേ? സമ്പത്തിന്റെ ഉടമയായിരുന്ന കാറൂൻ മുതലാളിയെ ലോകർക്കാകമാനം മാതൃകയാകുന്ന തരത്തിൽ ഭൂമി വിഴുങ്ങിക്കളഞ്ഞതല്ലേ കാറൂനിനെ? ഇങ്ങനെ ആരെയാ പരീക്ഷിക്കാത്തത്? എവിടുന്നൊക്കെ ഏതെല്ലാം വിധത്തിൽ അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ടോ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാതെ ജീവിച്ചിട്ടുള്ള വ്യക്തികളെയും ആ രാജ്യങ്ങളെയും അല്ലാഹു തആല പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അവർക്ക് ശിക്ഷയാവട്ടെ, പരീക്ഷണമാകട്ടെ, ഏതോ ആകട്ടെ, എല്ലാ വിധത്തിലും അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടാവുന്ന തരത്തിൽ അല്ലാഹു തആല അവർക്കൊക്കെ പരീക്ഷണം നൽകിയിട്ടുണ്ട്. പിന്നെയോ നമ്മൾ ഇത്രേ ചെയ്യേണ്ടതുള്ളൂ. അല്ലാഹുവാണ് ഇതെല്ലാം നൽകിയത്. അതുകൊണ്ട് അല്ലാഹുവിന് നന്ദിയുള്ള ഒരു അടിമയായി, അന അബ്ദുൻ ശക്കൂർ, അടിമയായി അല്ലാഹുവിന് നന്ദി ചെയ്യുന്ന ഒരടിമയായി ജീവിക്കുക എന്നത് മാത്രമാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം കരണീയമായിട്ടുള്ളത്. ഇനി തീയെക്കുറിച്ച് വീണ്ടും അല്ലാഹു തആല സൂറത്ത് യാസീനിലെ 80-ാമത്തെ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്നു. നോക്കൂ നിങ്ങൾ, അല്ലദീ ജഅല ലക്കും മിനശ്ശജറിൽ അഖ്ളരി, പച്ചമരത്തിൽ നിന്നാണ് അല്ലാഹു തആല നാറൻ, തീയെ സൃഷ്ടിച്ചത്. ഫൈദാ അൻതും മിൻഹു തൂഖിദൂൻ, അതിൽ നിന്നാണല്ലോ നിങ്ങൾ കത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്കൊരു അത്ഭുതമല്ലേ? എന്തൊരു വൈരുദ്ധ്യമാണിത്! എന്നാൽ ശരിയായി ഉണങ്ങിക്കിടക്കുന്ന മരത്തിൽ നിന്ന് തീയെ സൃഷ്ടിക്കാൻ കഴിയില്ലെന്നും പച്ച ഈർപ്പമുള്ളതിൽ നിന്നാണ് ഇത് ഉണ്ടാക്കാൻ കഴിയുക എന്നും അല്ലാഹു തആല വളരെ കൃത്യമായി അത് ഉൽപ്പാദിപ്പിച്ചു തന്നിട്ടാണ് അല്ലാഹു തആല ഈ കാര്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അപ്പോ ഇത്രമാത്രം തീ എന്ന് പറയുന്ന, നമുക്കിപ്പോ എവിടെയെങ്കിലും തീ കത്തിക്കൊണ്ടിരിക്കുമ്പോ, അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ തീ പറന്നു പിടിച്ച് ആഴ്ചയിലധികം 10-12 ദിവസമായി തുടരെ കത്തിക്കൊണ്ടേയിരിക്കുക. ഇങ്ങനെ കത്തിക്കൊണ്ടിരിക്കുമ്പോ നമ്മൾക്ക് അപ്പോഴാണ് നമ്മൾ കണ്ണു തുറക്കുന്നത്. നമ്മൾ തീയെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോഴാ. അല്ലാഹു തആല വളരെ കൃത്യമായി അവന്റെ പരിശുദ്ധ ഖുർആനിൽ നമ്മൾ ഈ തീ കൊടുങ്കാറ്റ് അല്ലേ, തീ ചുഴലിക്കാറ്റ് എന്ന് കേട്ടത് ഈ ഒരാഴ്ചയിൽ പത്രങ്ങളിലൂടെയോ മറ്റു മാധ്യമങ്ങളിലൂടെയോ ആണ്. എന്നാൽ ഖുർആൻ ആ തീ ചുഴലിക്കാറ്റിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി അല്ലാഹു തആല നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ഇത് അല്ലാഹു ഉൽപ്പാദിപ്പിച്ചതാ ഈ തീ എന്ന് പറയുന്നത്. നമ്മൾ ആര് വിചാരിച്ചാലും, ലോകത്തെ ഏത് പോലീസ് വിചാരിച്ചാലും അതിനെ അണച്ചു കളയാൻ കഴിയില്ല. അല്ലാഹു തആല തീരുമാനിച്ചെങ്കിൽ മാത്രമേ അതിനെ അണക്കാൻ കഴിയൂ. നമ്മൾ അറിയണം, അല്ലാഹു തആല നമ്മെ പരീക്ഷിക്കുന്നത് ഏതേത് കോലത്തിലാണ് എന്ന് നമുക്കാർക്കും അതിനെ കൃത്യമായി പറയാൻ സാധ്യമല്ല. അതുകൊണ്ട് ഇവിടെ ഖുർആൻ പറയുന്നത് പച്ചമരത്തിൽ നിന്ന് തീ ഉൽപ്പാദിപ്പിച്ചു തന്നവനാണ് അല്ലാഹു തആല. അത് നിങ്ങൾ ഇങ്ങനെ നിർബാധം കത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ തീ എന്ന അനുഗ്രഹത്തെ അങ്ങേയറ്റം നമ്മൾ നന്ദിയോടുകൂടി മനസ്സിലാക്കണം എന്നതാണ് ഖുർആൻ പറയുന്നത്. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തീയെ സംബന്ധിച്ച് 1-2 കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന്, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ, ഇപ്പോഴാണ് നമ്മൾക്ക് പല സാങ്കേതിക വിദ്യകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ തീ അണച്ചിട്ട്, നമ്മുടെ കിച്ചണിൽ തീ അണച്ചിട്ട് ഉറങ്ങാൻ പോകാവൂ എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശമുണ്ട്. ഗ്യാസ് ആണെങ്കിൽ അത് പൂട്ടിയിട്ട് നമ്മൾ ഉറങ്ങാൻ പോകാവൂ എന്നത് പ്രവാചകന്റെ നിർദ്ദേശമാണ്. മാത്രമല്ല, തീ ചോദിച്ചു വരുന്ന അയാൾക്ക് തീ കൊടുക്കണം, തീ നിഷേധിക്കാൻ പാടില്ല എന്നതും പ്രവാചകന്റെ കൽപ്പനയിലുണ്ട്. എന്ന് പറഞ്ഞാൽ
തീ കൊണ്ടുണ്ടാകുന്ന ഭൗതികമായ സംഹാരത്തിൽ കൃത്യമായ കരുതലോടുകൂടി ജീവിക്കണം എന്ന നിർദ്ദേശമാണ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഇതിനെല്ലാം പുറമെ സൂചിപ്പിച്ചല്ലോ തീച്ചുഴലിക്കാറ്റ്. ഈ തീച്ചുഴലിക്കാറ്റിൽ വളരെ കൃത്യമായി അതിന്റെ ഉദാഹരണ സഹിതം ഖുർആൻ എടുത്തുദ്ധരിക്കുന്നു. സൂറത്ത് ബഖറയിലെ 266 ആയത്ത് എന്താ പറയുന്നത്? അയവദ്ദു അഹദുക്കും, നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ, അൻ തകൂന ലഹു, ഒരാൾക്ക് ഉണ്ടാകണം എന്ന്, നമ്മളിൽപ്പെട്ട ആരെങ്കിലും നമുക്കാർക്കെങ്കിലും ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എന്ത്? ജന്നത്തും മിൻ നഖീലിൻ വഅനാബിൻ, ഒരു മുന്തിരിത്തോപ്പ്. അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ നമ്മൾ കേട്ടതോ അറിഞ്ഞതോ മനസ്സിലാക്കിയതോ ആയിട്ടുള്ള നല്ല സമൃദ്ധമായ ഒരു തോട്ടം, അതിലെല്ലാ ഫലവൃക്ഷങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു തോട്ടം ഉണ്ടാകണമെന്ന് നമ്മളാരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? മാത്രമല്ല ആ തോട്ടത്തിന്റെ സ്ഥിതി എന്താണെന്നറിയോ? തജ്രീ മിൻ തഹ്തിഹൽ അൻഹാർ, അതിന്റെ താഴ്ഭാഗത്തുകൂടി അരുവികൾ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു തോട്ടം. മാത്രമല്ല ലഹു ഫീഹാ മിൻ കുല്ലി സമറാത്ത്, ഏത് പഴങ്ങളും ഏത് തരത്തിലുള്ളതും നമ്മൾ കണ്ടതും കാണാത്തതും ഒക്കെയുള്ള ഫലങ്ങളുള്ള ഒരു തോട്ടമാണത്. ആ തോട്ടം, അങ്ങനെയുള്ള ഒരു തോട്ടം ഉണ്ടാകണം എന്ന് നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ആ സമയത്ത് അതിന്റെ ഉടമക്കാരൻ ആർക്കാണോ അത് വേണ്ടത് അവൻ വഅസാബഹുൽ കിബറു, അവന് വയസ്സായി, വാർദ്ധക്യം വന്നു. മാത്രമല്ല വലഹു ദുർരിയത്തുൻ ളുഅഫ, മക്കളുണ്ട്, പക്ഷേ മക്കൾ ബലഹീനരാണ്, ദുർബലരായ മക്കളാണ്. ആ സമയത്ത് അങ്ങനെയുള്ള ഒരു തോട്ടം, നമുക്ക് തോട്ടമുണ്ട്, നമുക്ക് വയസ്സായി, നമ്മളെ മക്കളാണെങ്കിൽ ദുർബലരാണ്. അത്തരം ഒരവസ്ഥയിൽ ആ സമയത്തതാ തീ കൊടുങ്കാറ്റ് വരുന്നു. തീ കൊടുങ്കാറ്റ്, കൊടുങ്കാറ്റ്, അതിൽ തീ നിറക്കപ്പെട്ടതാ. ഇന്ന് ലോസ് ആഞ്ചൽസിൽ കത്തിക്കൊണ്ടിരിക്കുന്ന തീ, ആ തീയെ കുറിച്ചാണ് ഖുർആനിൽ പരാമർശമുള്ളത്. അങ്ങനെ തീ കൊടുങ്കാറ്റ് അത് പടർന്നു പിടിച്ച് ആ തോട്ടങ്ങളെ സകലവും ഖുർആൻ പറയുന്നു ഫഹ്തറക്കത്ത്, അത് കത്തിച്ചാമ്പലായി പോയി. നമ്മൾ ആരെങ്കിലും ആഗ്രഹിക്കുമോ? നമുക്ക് ആർക്കെങ്കിലും അത് സഹിക്കാൻ പറ്റുമോ? കദാലിക യുബയ്യിനുല്ലാഹു ലക്കും ലായ, അല്ലാഹു തആല ഇങ്ങനെ ഉദാഹരണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി തരുന്നത് ലഅല്ലക്കും തതഫക്കറൂൻ, നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ചിന്തയില്ല. എവിടെ കത്തിയാലും തരക്കേടില്ല, എവിടെ അങ്ങ് നാശമടഞ്ഞാലും തരക്കേടില്ല. ഈ ഒരു ചിന്തയില്ല. അല്ലാഹു തആല വളരെ കൃത്യമായി ഓരോ സംഗതികളും ഈ ലോകത്തിന്റെ മുക്കുമൂലകളിൽ നടക്കുന്ന ഏതേത് സംഭവങ്ങളുണ്ടോ ആ സംഭവങ്ങളൊക്കെ തന്നെയും അല്ലാഹു തആല അവന്റെ ഗ്രന്ഥത്തിലൂടെ കൃത്യമായി ബോധ്യപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മൾ അറിയണം, അമേരിക്കയിൽ നടന്നിട്ടുള്ള ഈ ദുരന്ത വാർത്ത എല്ലാ നിലക്കും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അറിയുന്നത് ആ ദുരന്തം നമുക്ക് പ്രയാസമുണ്ട്. ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ആ ദുരന്തത്തെ കുറിച്ചോർത്ത് അതെവിടെയാണെങ്കിലും ശരി പ്രയാസമുണ്ടാകണം. അതാണ് മാനുഷികമായ പരിഗണന എന്ന് പറയുന്നത്. അതോടൊപ്പം അവിടെ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഫലസ്തീനിൽ നിന്ന് വന്ന ഒരു വാർത്ത ഏറെ കുറച്ച് ആശ്വാസം പകരുന്ന, ഗസയിൽ വെടിനിർത്തൽ എന്ന് പറയുന്നത് അതൊരു ആശ്വാസത്തിന്റെ വാക്കുകൾ കൂടിയ ഈ 2-3 ദിവസങ്ങളിൽ നമ്മൾ അറിഞ്ഞിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണത്. എന്നാൽ ഖുർആൻ പറഞ്ഞിട്ടുള്ള ഈ ഞാൻ സൂചിപ്പിച്ച ഇസാറുൻ ഫീഹിനാറുൻ എന്ന് പറയുന്ന ആ ഭീകരമായ ആ തീ കൊടുങ്കാറ്റുകൊണ്ട് എന്തുമാത്രം നഷ്ടങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്. 2 ലക്ഷത്തിലധികം അഭയാർത്ഥി ക്യാമ്പിലെത്തി എന്ന് പറയുമ്പോൾ ഇനിയും അത് ഒരു കൃത്യമായ കണക്കല്ല.
സൂചിപ്പിക്കുന്നത് അത്രമാത്രം ഭീകരമായ ആ ഒരു വാഴ്ചയാണ് യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിട്ടുള്ളത് എന്ന് നമ്മൾ അറിയണം. ഇവിടെ കൃത്യമായി നമ്മൾ അറിയേണ്ടത് നമ്മളോട് സംവദിക്കുന്ന മനുഷ്യനോട് പച്ചയായി മനുഷ്യനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണത്? എടോ, നീ ബലഹീനനാണ്, നീ നിസ്സാരനാണ്, നീ ഒന്നുമല്ലടോ. നിന്റെ കയ്യിൽ എന്തുമാത്രം ബാങ്ക് ബാലൻസ് ഉണ്ടെങ്കിലും, നീ എത്ര വലിയ കോടീശ്വരനാണെങ്കിലും, എടോ നീ നിസ്സാരനാണ്, നീ ഒന്നുമല്ല, നീ ബലഹീനനാണ് എന്ന പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ് ഈ സംഭവങ്ങൾ, ഈ ദുരന്തങ്ങൾ യഥാർത്ഥത്തിൽ നമ്മോട് വിളിച്ചു പറയുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ ഈ ശിക്ഷകളെ, അള്ളാഹുവിൻ്റെ ഈ പരീക്ഷണങ്ങളെ യഥാർത്ഥത്തിൽ സൂക്ഷിച്ച് ജീവിക്കുക എന്നതാണ് നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത്. അള്ളാഹുവിൻ്റെ പരീക്ഷണം എപ്പോഴും എവിടെയും എങ്ങോട്ടും ആരുടെ അടുത്തേക്കും വരാം. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നതോടൊപ്പം നാം ഗുണകാംക്ഷിയായി ജീവിക്കണം. നമ്മളൊരു ഗുണകാംക്ഷിയാകണം. നമുക്കറിയാം മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ താൻ ജനിച്ച മക്ക, ആ മക്കയിൽ നിന്ന് പലായനം ചെയ്യേണ്ടി വന്നിട്ടുള്ള മുഹമ്മദ് റസൂലുള്ളാഹി അവസാനം അങ്ങേയറ്റത്തെ ക്ഷാമം കൊടുമ്പിരിക്കൊണ്ടപ്പോ, മക്കയിലുള്ള ആളുകൾ പട്ടിണി കിടന്നപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുത്ത ഒരു പാരമ്പര്യമുണ്ട് നമ്മൾക്ക്. അവർക്ക് ഭക്ഷണ സാമഗ്രികൾ എത്തിച്ചു കൊടുത്ത പ്രവാചകൻ അത് ഗുണകാംക്ഷ നിർഭരമായിരുന്നു. അങ്ങനെ ഗുണകാംക്ഷയോടുകൂടിയാവണം മതം. അതാണ് അദ്ദീനു അന്നസീഹ. മതം, ദീൻ എന്ന് പറയുന്നത് അത് ഗുണകാംക്ഷയാണ്. ലില്ലാഹി, അള്ളാഹുവിനോട്, വലി റസൂലിഹി, അവന്റെ റസൂലിനോട്, വലിയ അയിമ്മത്തിൽ മുസ്ലിമീൻ നേതാക്കന്മാരോട്, വലിയ അമ്മത്തിഹിം, പൊതുസമൂഹത്തോട്. ഗുണകാംക്ഷയാണ് മതം പഠിപ്പിക്കുന്നത് എങ്കിൽ ഇത്തരം ഭീകരമായ അവസ്ഥകൾ നാടിന്റെ ഏതു ഭാഗത്തുണ്ടായാലും തികച്ചും ഒരു ഗുണകാംക്ഷാപരമായ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ടത്. ഇതൊരു ശിക്ഷയാണെന്നോ അല്ല, ഇതൊരു പരീക്ഷണമാണോ എന്ന് പറഞ്ഞു തരാൻ കൃത്യമായി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മോടൊപ്പമില്ല. അതുകൊണ്ട് നമ്മൾ അങ്ങനെയല്ല, ഒരു പരിഹാസ്യമായ നിലയിലല്ല ഇതിനെ വിലയിരുത്തേണ്ടത്. ഇതവർക്ക് കിട്ടേണ്ടതാണ്, ഇതൊരു ശിക്ഷയാണ് എന്ന് തീരുമാനിക്കാൻ അതൊന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യതയല്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അള്ളാഹുവിലേക്ക് വിനീതരായി മടങ്ങുക എന്നതാണ്. അള്ളാഹുവിന് കീഴൊതുങ്ങി അള്ളാഹുവിൻ്റെ വിനയാന്വിതരായ അടിമകളായി നമ്മൾ മാറണം. ഇത്തരം ലോകത്തുണ്ടാകുന്ന പരീക്ഷണങ്ങൾ അത് കൃത്യമായി മനസ്സിലാക്കുകയും നമ്മുടെ വിശ്വാസത്തെ വളരെ കരുത്തോടുകൂടി മുന്നോട്ട് പോകുവാനുമാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അള്ളാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ നബിയിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. തഖ്വല്ലാഹ സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി വസിയത്ത് ചെയ്യാം. അമേരിക്കയിൽ പല പ്രശ്നങ്ങളും നമ്മൾ അറിയുന്നുണ്ട്. അതിനേക്കാൾ അപ്പുറം നമ്മുടെ സംസ്ഥാനത്തും നമ്മൾ ജീവിക്കുന്ന പ്രാദേശികമായിട്ടുമൊക്കെ ഇതിനേക്കാളും വലിയ പലജാതി പ്രശ്നങ്ങൾ കൊണ്ടും പത്രങ്ങളൊന്നും എടുത്ത് നോക്കി വായിക്കാൻ മനസ്സ് സമ്മതിക്കാത്ത വിധം ഉള്ള വാർത്തകളാണ്. വായിച്ച് തീരുന്നില്ല. നോക്കിക്കഴിഞ്ഞ് ഒന്ന് അവസാനിച്ച് അടുത്ത 5 മിനിറ്റിൽ പുതിയ വാർത്ത വീണ്ടും രംഗത്ത് വരികയാണ്. എന്തുമാത്രം പ്രയാസകരമായ വാർത്തകൾ. ഓരോന്ന് വിശദീകരിക്കണം ആഗ്രഹമുണ്ടെങ്കിലും അതിന് സാധ്യമല്ലല്ലോ. ഏറ്റവും പവിത്രമായ ഇസ്ലാം നിർദ്ദേശിച്ച ഒന്നാണ് വിവാഹം എന്ന് പറയുന്നത്. ഏറ്റവും പവിത്രമാണ് വിവാഹം. ഒരു ബുദ്ധിമുട്ടും ഒരു വിവാഹത്തെ സംബന്ധിച്ച് ഇസ്ലാമിലില്ല. ഫമാ ജഅല അലൈക്കും ഫിദ്ദീൻ മിൻ ഹറജിൻ. മതത്തിൻ്റെ ഒരു കാര്യവും ഒരു പ്രയാസം ഉണ്ടാക്കുന്നതല്ല, ഏറ്റവും ലളിതമാണ്. എന്നാലോ ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം തുടങ്ങുന്നത് അവൻ്റെ ഈ വിവാഹത്തിലൂടെയാണ്. പക്ഷേ അത്രയും പവിത്രമായ വിവാഹം അതൊരാഭാസ ചടങ്ങാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ബുദ്ധിയുള്ള, വിവേകമുള്ള, തൻ്റെടമുള്ള ആളുകൾ ഇത്തരം ആഭാസങ്ങൾക്കെതിരെ രംഗത്ത് വരാൻ നമ്മൾ തയ്യാറാവണ്ടേ? മഹല്ലുകൾ അടിസ്ഥാനത്തിൽ ഒരു കാരണവശാലും അത്തരം നടത്തപ്പെടുന്ന വിവാഹങ്ങൾക്ക് രജിസ്ട്രേഷൻ പോലും കൊടുക്കരുത്. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. നേരത്തെ കാലത്തെ വളരെ കൃത്യമായി
അത് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതോടൊപ്പം ഇസ്ലാം കൃത്യമായി വിവാഹം എന്ന് പറയുന്നത് എന്തുമാത്രം മനോഹരമാണ് ഇസ്ലാമിലെ വിവാഹം, എന്തുമാത്രം ലളിതമാണ് ഇസ്ലാമിലെ വിവാഹം. ഇന്ന ദീന യുസ്റുൻ, മതം എന്ന് പറയുന്നത് തന്നെ വളരെ ലളിതമാണ്. അതേപോലെ മതത്തിലെ എല്ലാ ചടങ്ങുകളും വളരെ ലളിതമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഖൈറു നിക്കാഹ്, ഏറ്റവും ഉത്തമമായ നിക്കാഹ് എന്ന് പറയുന്നത് ഐസർ, അതെത്രയോ ലളിതമാണ് എന്ന. അതെത്രമാത്രം ലളിതമാണ് എന്ന് നമുക്കറിയാത്തത് കൊണ്ടല്ല, പക്ഷേ നമ്മൾ അതൊരാഭാസ ചടങ്ങാക്കി മാറ്റുന്നു എന്നതാ. അത് അമിതവ്യയത്തിന്റെയും താന്തോന്നിത്തരത്തിന്റെയും ഒരവസ്ഥയിലേക്ക് അതിനെ കൊണ്ടുപോകുന്നു. വല തുബത്തിർ തബ്ദീറ, നിങ്ങൾ ഇങ്ങനെ അമിതമായി നിങ്ങൾ ചെലവഴിക്കരുത് എന്നത് ഖുർആനിന്റെ പച്ചയായ പ്രഖ്യാപനമാണ്. പക്ഷേ അതൊന്നും നമ്മൾ അംഗീകരിക്കാത്ത വിധം എല്ലാവരെയും ഇടങ്ങേറാക്കി, എല്ലാവരെയും ബുദ്ധിമുട്ടിച്ച്, ഇതൊന്നും വിശദീകരിക്കണ്ടല്ലോ. നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ജില്ലയിൽ, നമ്മുടെ സമീപ പ്രദേശത്ത് പോലും ഇത്തരം ആഭാസകരമായ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇനിയെങ്കിലും നമ്മൾ ഉണർന്ന് ചിന്തിച്ചേ മതിയാകൂ. അത്തരം പരിപാടികളോട് രാജി പറയാൻ, അവിടെയാ അത്തരം പരിപാടികളോട് രാജി പറയാൻ മതത്തിന്റെ പേരിൽ, ഇസ്ലാമിന്റെ പേരിൽ നമ്മൾക്ക് സാധിക്കണം. അതൊരു വിശ്വാസമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അതിന് സാധിക്കൂ എന്നതാണ്. അതിന് മഹല്ല് സംവിധാനം ഉണർന്നു വരേണ്ടതുണ്ട്. അത്തരത്തിലുള്ള പരിപാടികളോട് ഒരു കാരണവശാലും സഹകരിക്കുകയോ ചെയ്യരുത്. ഇത് തന്നെയാണ് ഇസ്ലാം ഈ വിഷയവുമായി മുന്നിൽ വെക്കുന്നത്. അങ്ങനെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിക്കൊണ്ടിരിക്കുക നമ്മുടെ ഈ പ്രദേശം, നമ്മുടെ രാജ്യം മൊത്തം ഇങ്ങനെ അന്ധവിശ്വാസങ്ങൾ കൊണ്ട് വീർപ്പ് മുട്ടിയ സമാധിയായ വിഷയം നമുക്കറിയാം. എന്തുമാത്രം അവിടെയും ഇസ്ലാമിനെ പറയുന്നു, അവിടെയും മുസ്ലിംകളാണ് ഈ വിഷയം ഇത്രയും വിപുലമായി ചിത്രീകരിച്ചെന്ന് പറയുന്നു. ലോകത്ത് എന്നല്ല, ഏത് ജില്ലയിലാണെങ്കിലും പ്രാദേശികമാണെങ്കിലും എന്ത് വിഷയം ഉണ്ടായാലും അതൊക്കെ ലേബിള് മാറ്റി എഴുതുന്ന ഒരു വിഷയം ഇവിടെ നടക്കുന്നുണ്ട്. അതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഇപ്പോ സമാധിയായത് അതും നമ്മളാണ്, മുസ്ലിം സമൂഹമാണ് ഇത്രയും അത് ഇങ്ങനെ വലിയ വിവാദമാക്കിയതെന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക. ഇതൊക്കെ അന്ധവിശ്വാസത്തിന്റെ പേരിലാണ്. മന്ത്രങ്ങൾ, അന്ധവിശ്വാസങ്ങളുടെ പേരിൽ ജിന്നിറക്കലും, ജിന്നിനെ അടിച്ചു പുറത്താക്കലും, ജിന്നിനെ പിടിച്ചെറിയലും എന്നു വേണ്ട ആളുകളുടെ ദുർബലമായ മനസ്സിനെ കീഴടക്കിയിട്ട് ഈ ജാതി പേക്കൂത്തുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നല്ല വിശ്വാസം നിലനിർത്തി ജീവിക്കാൻ നല്ല പ്രയാസമുണ്ടാകും. റസൂലുള്ളാഹി അങ്ങനെ തന്നെ പറഞ്ഞത്. ഒരു തീക്കട്ട എങ്ങനെയാണ് നമ്മുടെ കൈയിൻ്റെ ഉള്ളനടിയിൽ നിൽക്കുക, അതുപോലെ പ്രയാസമായിരിക്കുന്ന വിശ്വാസം അത് രൂഢമൂലമാക്കി കൃത്യമായ കലർപ്പില്ലാത്ത വിശ്വാസിയായി ജീവിക്കാൻ പ്രയാസമുണ്ടാകും. സ്വർഗം അതത്ര എളുപ്പമല്ല എന്ന് നമ്മൾ അറിയണം. ഖുർആൻ അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾ വെറുതെ എങ്ങാനും നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ അന്തദ്ഖുലുൽ ജന്നത, സ്വർഗത്തിലേക്ക് അങ്ങ് ഓടിപ്പോകാമെന്ന്? ഇല്ല, സാധ്യമല്ല. കഷ്ടപ്പെടണം, അധ്വാനിക്കണം. ദീൻ അതെന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് ജീവിക്കാൻ നമുക്ക് തയ്യാറാവണം. എങ്കിലേ സ്വർഗം കിട്ടൂ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സകല അന്ധവിശ്വാസങ്ങളിൽ നിന്നും അനാചാരങ്ങളിൽ നിന്നും വിട്ടുനിൽക്കാനും സത്യത്തിന്റെ പാതയിൽ അടിയുറച്ചു നിൽക്കാനും അള്ളാഹു തആല നമുക്കേവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സകലവിധ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു തആല നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ലോകത്തിന്റെ നാനാഭാഗത്തും വിശ്വാസത്തിന്റെ പേരിൽ അങ്ങേയറ്റം കഷ്ടപ്പെടുന്ന, ബുദ്ധിമുട്ടനുഭവിക്കുന്ന, പ്രയാസപ്പെടുന്ന സഹോദരങ്ങൾ, അള്ളാഹുവേ അവർക്ക് അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കുവാൻ അള്ളാഹുവേ നീ കരുത്ത് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. സകലവിധ കഷ്ടപ്പാടുകളിൽ നിന്നും അള്ളാഹുവേ രക്ഷ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ വീടുകളിലും ആശുപത്രികളിലുമായി കഴിഞ്ഞുകൂടുന്നവരുണ്ട്. രോഗം ബാധിച്ച് അങ്ങേയറ്റത്തെ വേദനകൾ കടിച്ചമർത്തി കഴിയുന്നവരുണ്ട്. അള്ളാഹുവേ നിന്റെ കൃപയാണ്, അള്ളാഹുവേ നിന്റെ കാരുണ്യമാണ്, നിന്റെ ശമനമാണ് ആഗ്രഹം. റബ്ബേ ശമനം നൽകി അനുഗ്രഹിക്കണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവർ ഞങ്ങളോട് വിട പറഞ്ഞു നാഥ, മരണത്തിന് കീഴടങ്ങി. റബ്ബേ ഒരു നാൾ ഞങ്ങളും
മരണപ്പെടേണ്ടവരാണ്. അള്ളാഹുവെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള മുഴുവൻ ആളുകൾക്കും സഹോദരി സഹോദരങ്ങൾക്കും അള്ളാഹുവെ മഗ്ഫിറത്തും മർഹമത്തും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. നാളെ ജന്നാത്തിൽ ഞങ്ങളെയും അവരെയും അള്ളാഹുവെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാലിയൽ ഹാജാത്ത് ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان فلا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.